guys, welcome back to Diya Saga Vlogs. ഇന്ന് നമ്മൾ പ്രോൺസ് കറി ഉണ്ടാക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ ഉണ്ടാക്കാണെന്ന് നോക്കാം. ബൈ ബൈ. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് പാത്രം നല്ല ചൂടായതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉലുവ, അതുപോലെ കുറച്ച് കടുക്, അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ പൊട്ടി വരട്ടെ കേട്ടോ. അതിന് ശേഷം കുറച്ച് കറുവപ്പൻ്റെ ഇല, അതിലോട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം മതിയാവും. നമ്മളിപ്പോൾ 1/2 കിലോ പ്രോൺസാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 ലീഫ് വെളുത്തുള്ളി മതിയാവും. അതിലോട്ട് ഒരു 10-15 ചെറിയുള്ളി, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ചെറിയുള്ളിയാണ് ഇതിൻ്റെ നല്ല മണത്തിന് ഇതുണ്ടാവുക. അപ്പോൾ ചെറിയുള്ളി എല്ലാം വൃത്തിയാക്കി നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എണ്ണയിൽ നല്ല മൂത്ത് വരുമ്പോൾ എന്താ ഒരു സ്മെല്ലറിയോ. അതിലോട്ടൊരു 5-6 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് അതിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. മല്ലിപ്പൊടിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ എണ്ണയിലൊന്ന് നല്ല പച്ച മണമൊക്കെ ഒന്ന് മോയി വരുമ്പോൾ ഒരു തക്കാളി നന്നായിട്ട് മുറിച്ചത് അതിലോട്ടിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഇതിലൊന്ന് വാടി വരുന്ന സമയത്ത് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു 20 മിനിറ്റ് മുമ്പ്. അതിനെ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നതിന് മുമ്പ് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പ്രോൺസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ആഹാ, അടിപൊളിയായിട്ട് വെന്ത് കുറുകി വന്നിട്ട് കേട്ടോ. അതിലോട്ട് നമ്മൾ ഒരു തേങ്ങ ചിരകി പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 1-ാം പാൽ മാത്രം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അടിപൊളി പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനെ ഒന്ന് പാത്രത്തിലോട്ട് മാറ്റാം. ആഹാ, അടിപൊളി. എന്താല്ലേ, ചോറിൻ്റെ കൂട്ടൊക്കെ ടട്ടേന്ന് അങ്ങനെ പോവും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത ആഴ്ച ഇതുപോലുള്ള വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബൈ.